പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശൈല ടീച്ചറെ കുറിച്ചാണ്. ശൈല ടീച്ചർ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ശൈല ടീച്ചർ മാറുമോ? മട്ടന്നൂരിൽ മത്സരിക്കാൻ ആര്യ രാജേന്ദ്രൻ എത്തുമോ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട്ടെ സീറ്റുകളിലൊന്ന് തിരുവനന്തപുരം മേയർക്കായി നിയമസഭയിലേക്ക് CPM പരിഗണിച്ചേക്കും. തിരുവനന്തപുരത്തെ ഭരിച്ച ചെറുപ്രായത്തിലെ വിസ്മയം ജന്മനാട്ടിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം മാറുമോ? ഭർത്താവിന്റെ നാടായ കോഴിക്കോട്ടേക്ക് താമസം മാറ്റാൻ ആര്യ ഒരുങ്ങുമോ? CPM അനുമതി ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ തട്ടകം മാറ്റുമോ എന്നതാണ് ഇന്ന് കേരളക്കര ചർച്ച ചെയ്യുന്നത്. ആര്യ രാജേന്ദ്രൻ തട്ടകം മാറ്റുന്നു. തന്റെ രാഷ്ട്രീയ പ്രവർത്തന കേന്ദ്രം കോഴിക്കോട് ജില്ലയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയാവുന്ന വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ ഏതെങ്കിലും മണ്ഡലത്തിൽ ആര്യ ഒരുപക്ഷെ മത്സരിച്ചേക്കും. ആര്യയുടെ അംഗത്വം CPM കോഴിക്കോട്ടേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച മേയറുടെ താല്പര്യം CPM നേതൃത്വത്തിന്റെ സജീവ പരിഗണനയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി ആര്യ നേടിയിരുന്നു. എന്നാൽ പലവിധ വിവാദങ്ങളിലും പെട്ടു. ഈ സാഹചര്യത്തിലാണ് ആര്യയുടെ പ്രവർത്തന കേന്ദ്രം മാറ്റൽ. ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവാണ് ആര്യ രാജേന്ദ്രന്റെ ജീവിത പങ്കാളി. സച്ചിൻ ദേവ് കോഴിക്കോടും മേയറായ ആര്യ കുഞ്ഞുമായി തിരുവനന്തപുരത്താണ് നിലവിൽ താമസം. ഇരുവർക്കും അവരവരുടെ ഔദ്യോഗിക രാഷ്ട്രീയ ചുമതലകൾ കാരണം തമ്മിൽ കാണാൻ പോലും ചിലപ്പോൾ കഴിയാറില്ല. ഈ സാഹചര്യത്തിലാണ് താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോട്ടേക്ക് പൂർണ്ണമായി മാറ്റാൻ ആര്യ പാർട്ടി നേതൃത്വത്തോട് താല്പര്യം പ്രകടിപ്പിച്ചത്. കുടുംബപരമായ കാരണങ്ങൾ പരിഗണിച്ച് പാർട്ടി ഈ ആവശ്യം അനുകൂലമായി പരിഗണിക്കുന്നുണ്ട്. ഉടൻ തീരുമാനം വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2020 21 വയസ്സിൽ തിരുവനന്തപുരം മേയർ സ്ഥാനമേറ്റ ആര്യ രാജേന്ദ്രൻ 2022 സെപ്റ്റംബറിലാണ് സച്ചിൻ ദേവിനെ വിവാഹം ചെയ്തത്. ദമ്പതികൾക്ക് 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ആര്യ രാജേന്ദ്രൻ. DYFI സംസ്ഥാന നേതാവ് എന്ന നിലയിൽ അവർക്ക് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലെ സംഘടനാ പരിപാടികളിലും സജീവമാകാം. ആര്യയെ അടുത്ത നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തന്നെയായിരിക്കും തീരുമാനം. കോഴിക്കോട്ട് അല്ലെങ്കിൽ കണ്ണൂരിലും പരിഗണിച്ചേക്കാം. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ അടുത്ത നിയമസഭയിൽ മത്സരിക്കാൻ ഇടയുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. അങ്ങനെയില്ലെങ്കിൽ ഒരു പക്ഷേ ആ സീറ്റും നൽകാം. അങ്ങനെയെങ്കിൽ മട്ടന്നൂരിൽ പോലും ആര്യയെ നിയമസഭയിലേക്ക് ഒരു പക്ഷേ മത്സരിപ്പിച്ചേക്കാം. തലശ്ശേരിയിലും മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊപ്പം കോഴിക്കോട്ടെ സുരക്ഷിത മണ്ഡലവും ഒരു പക്ഷേ പരിഗണനയിലുണ്ടാവും. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലോ നേമത്തോ ആര്യ മത്സരിക്കുമെന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. ഇതിനിടെയാണ് കോഴിക്കോട് മാറാനുള്ള താല്പര്യം എത്തുന്നത്. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റായിരിക്കെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയുമായാണ് ആര്യ 21 വയസ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായത്. മികച്ച മേയറാണെന്ന് CPM അവകാശപ്പെടുന്ന സ്ഥിതിക്ക് ആര്യയെ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിപ്പിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചിരുന്നു. മേയറായിരുന്ന ഒരാളെ ഡെപ്യൂട്ടി മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിക്കില്ലെന്നും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ആണ് പരിഗണിക്കുകയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് മറുപടിയും ഉടനടി വന്നു. ലോകം ശ്രദ്ധിച്ച മേയറാണ് ആര്യയെന്നും അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു. എന്തുതന്നെയായാലും ആര്യയ്ക്ക് ഒരു പക്ഷേ കോഴിക്കോട് നിന്നോ കണ്ണൂരിൽ നിന്നോ നിയമസഭയിലേക്ക് എത്താം. അതുതന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നതും. പ്രിയ പ്രേക്ഷകർ, വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.